കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 1/3 നിലപൊത്തിയിരിക്കുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അമേരിക്കൻ കോൺഗ്രസ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു സമഗ്ര റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരമുള്ളത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കക്കാർക്ക് അവരുടെ വ്യോമ പ്രതിരോധ യുദ്ധോപകരണങ്ങളുടെ 1/3 നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് താഡ് എന്ന് പറയുന്ന ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റത്തിന് പുറമെ നിരവധി താഡ് റഡാർ സംവിധാനങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടത് മാറ്റി സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുമില്ലെന്നതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം അത്തരം മാറ്റി സ്ഥാപിക്കലുകൾക്ക് നിരവധി വർഷങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ തെക്കൻ പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. നിലവിൽ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതിരോധമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇതിനിടെ ഇസ്രയേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയ ഇറാൻ ഇപ്പോൾ ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ, റഡാറുകൾ എന്നിവ നിർമ്മിക്കുന്ന ഫാക്ടറികൾ നശിപ്പിക്കുന്നതിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നതോടെ കൂട്ടത്തോടെയാണ് ഇറാന്റെ മിസൈലുകൾ ഇപ്പോൾ ഇസ്രയേലിലും അമേരിക്കൻ താവളങ്ങളിലും വീണുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തലിനെ മുഖവലിക്കെടുക്കാതെയാണ് ഇറാൻ ആക്രമണം തുടരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സമാധാന ചർച്ച നടക്കുമ്പോൾ തന്നെ ഇറാൻ പരമോന്നത നേതാവിനെ വധിച്ചാണ് ഇറാൻ അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നത്. അമേരിക്ക ഇനി കരയുദ്ധത്തിന് വന്നാൽ നേരിടാനായി വലിയ ശവക്കുഴികളും അമേരിക്കൻ സൈനികർക്കായി ഇറാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അതേസമയം ആക്രമണം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ യുദ്ധക്കെടുതിക്ക് നഷ്ടം ഈടാക്കാനുള്ള ശ്രമവും ഇറാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയത്തിൽ നാടി പോലെ പ്രവർത്തിക്കുന്ന ഒരു കടൽപാതയുണ്ട് ഹോർമുസ് കടലെടുക്ക്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ചെറുതായ കടലെടുക്ക് ഒരു സാധാരണ ജലപാതയല്ല. ഇത് ആഗോള സാമ്പത്തിക ശക്തി സമവാക്യങ്ങളുടെ നിർണായക കേന്ദ്രമാണ്. ഇന്നത് വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. അവിടെ ഉയർന്നു വരുന്ന സംഘർഷങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടാണ്. ഇറാൻ ഈ പാതയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒരു താൽക്കാലിക സൈനിക നീക്കം എന്നതിലുപരി ഒരു ദീർഘകാല ഭൗമരാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് പല നിരീക്ഷകരും കാണുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും നേരിടുന്ന സാഹചര്യത്തിൽ സ്വന്തം ഭൗമസ്ഥിതി ഒരു ആയുധമായി ഉപയോഗിക്കുന്ന രീതിയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കുകയും അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള ടോൾ ബൂത്ത് സംവിധാനം നടപ്പാക്കുകയും ചെയ്തതോടെ ഈ പ്രദേശം ഒരു സാമ്പത്തിക സമ്മർദ്ദ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഈ സംവിധാനത്തിന്റെ പ്രവർത്തനം വളരെ കൃത്യവും സങ്കീർണവുമാണ്. കപ്പലുകൾക്ക് കടന്നു പോകാൻ മുൻകൂർ അനുമതി ആവശ്യമാണ്. അവരുടെ ചരക്ക്, യാത്രാമാർഗം, ജീവനക്കാരുടെ വിവരങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷമാണ് പ്രവേശനം അനുവദിക്കുന്നത്. ഈ പ്രക്രിയയിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രധാന പങ്കുവഹിക്കുന്നു. അനുമതി ലഭിച്ച കപ്പലുകൾക്ക് പ്രത്യേക കോഡുകളും നിർദ്ദിഷ്ട പാതകളും നൽകപ്പെടുന്നു. അതുവഴി അവയെ നിയന്ത്രിതമായി കടത്തിവിടുന്നു. ഈ നിയമങ്ങൾ പാലിക്കാത്ത കപ്പലുകൾക്ക് തടസ്സങ്ങളും തിരിച്ചയക്കലുകളും നേരിടേണ്ടി വരുന്നു. ഇതിന്റെ ഫലമായി ലോക വ്യാപാര വ്യവസ്ഥയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ ആയിരക്കണക്കിന് കപ്പലുകൾ കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എണ്ണവില കുത്തനെ ഉയർന്നതോടെ ഇതിനോടകം തന്നെ നിസ്സഹായ അവസ്ഥയിലായിരുന്ന ആഗോള സമ്പദ് വ്യവസ്ഥ കൂടുതൽ സമ്മർദ്ദത്തിലായി. പല രാജ്യങ്ങളിലും ഇന്ധനവില വർദ്ധിച്ചതോടെ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് ഉയർന്നിട്ടുണ്ട്. ചില രാജ്യങ്ങൾ ഇന്ധന റേഷനിംഗ് നടപ്പിലാക്കുകയും വ്യവസ്ഥ ഉൽപാദനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.